ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അനുമോളെ വിളിച്ച് കൺഫെഷൻ റൂമിലേക്ക് കയറ്റി ബിഗ് ബോസ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടതുപോലെ സാബുമാനെ വിളിച്ചു. സാബുമാൻ അകത്ത് കയറി ചെന്നപ്പോൾ ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിനൊക്കെ വലിയ ആവേശത്തോടെ ചാടിത്തുള്ളി അയാൾ മറുപടിയൊക്കെ പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിച്ചു. അതായത്, നിങ്ങൾ ഈ വീട്ടിൽ ആരുമായിട്ടാണ് ഏറ്റവും അധികം കണക്ട് ആയിരിക്കുന്നത്? ആ ചോദ്യം സാബുമാനെ വല്ലാതെ കുഴച്ചു. അയാൾ പറഞ്ഞത്, ബിഗ് ബോസ്, ഞാനിവിടെ അങ്ങനെ ആരോടും അധികം അടുപ്പമൊന്നും സൂക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു അടുപ്പത്തിന് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവരെ നോമിനേഷനൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. എങ്കിലും ആരോടാണ് ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ഉള്ളത്? അത് ബിഗ് ബോസ് കുഴയ്ക്കുന്നൊരു ചോദ്യമാണ്. എന്നാലും ഞാൻ മറുപടി പറയാം. നെവിനാണെന്ന് തോന്നുന്നു. പക്ഷെ അവന്റെ ചില സമയത്തെ സംസാരവും പെരുമാറ്റവും ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ആദിലയും നൂറയുമാണ് ഇപ്പോൾ എനിക്ക് കൂടുതൽ കണക്ട് ആയിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, അവരോടാണ് ഞാൻ ഇപ്പോൾ കണക്ട് ആയിരിക്കുന്നത്. അയ്യോ ബിഗ് ബോസ്, ഇതിനിടയ്ക്ക് വേറൊരാളുണ്ട്, അക്ബറാണ്. അക്ബറുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് കേട്ടോ. പിന്നെ ഷാനവാസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ പേരെടുത്തു പറയാനായിട്ടില്ലേ? ഇല്ല ബിഗ് ബോസ്, ഒരാളുടെ പേരെടുത്ത് പറയാനില്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും നോമിനേഷനൊക്കെ അതിജീവിച്ച് ഇവിടെ വരെ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിന് ആരോടാണ് നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത്? അത് പ്രേക്ഷകരോടാണ്. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞോളൂ. അയ്യോ ബിഗ് ബോസ്, അതൊക്കെ എങ്ങനെയാ ഇപ്പൊ പറയുക എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. എന്നിട്ട് ഒരു തരത്തിൽ പ്രേക്ഷകരോട് അദ്ദേഹം നന്ദി പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഫൈനൽ 5 പോകണ്ടേ? ഉറപ്പായിട്ടും ബിഗ് ബോസ്, ഇവിടം വരെയോളം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഫൈനൽ 5 എത്തിയിരിക്കും. അതാണ് എന്റെ ലക്ഷ്യം. അവിടെ ഞാൻ എത്തും ബിഗ് ബോസ്. ശരി, നിങ്ങൾ ഈ വീട്ടിൽ ഒട്ടും കണക്ട് ആകാത്ത ഒരു വ്യക്തി ആരാണ്? അതിന്റെ മറുപടി ഷഡേന്ന് വന്നു. അത് അനീഷാണ് ബിഗ് ബോസ്. ആ മനുഷ്യനുമായിട്ട് എനിക്ക് ഒരു തരത്തിലും ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോലും അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. ഒട്ടും തന്നെ ഇടപഴകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തി അനീഷാണ് എന്ന രീതിയിലും അദ്ദേഹം സംസാരിച്ചു. ആ സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സാബുമാന് വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. ഇവിടം വരെയോളം താൻ എങ്ങനെ നിന്നു എന്നുള്ളതാണ് തന്റെ ചോദ്യം. ബിഗ് ബോസ്, എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇവിടം വരെയോളം വന്നുവെന്ന്. എന്ന് വെച്ചാൽ എന്തിനാണ് എന്നെ പ്രേക്ഷകർ ഇവിടം വരെയോളം കൊണ്ടുവന്നത്? ആ ഒരു അമ്പരപ്പ് ഇപ്പോഴും സാബുമാന് മാറിയിട്ടില്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സാബുമാൻ യു ആർ സേവ്ഡ് എന്ന് ലാലേട്ടൻ പറയുമ്പോൾ അയാൾ ഞെട്ടലോടുകൂടിയായിരുന്നു അത് കേട്ടത്. കാരണം താൻ ഒരു കാരണവശാലും ഇവിടെ തുടരുവാൻ അർഹനല്ല എന്ന് തന്റെ മനസാക്ഷി തന്നോട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പുറത്തു പോകുവാനുള്ള ആ വിളി തന്നെ നോക്കിയായിരിക്കും കാത്തിരിക്കുന്നത് എന്നുള്ള ചിന്തയിലിരുന്ന വ്യക്തിയാണ് സേവ്ഡ് ആണ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നത്. പകരം ആര്യൻ പുറത്തേക്ക് പോകുന്നു. അയാളെ അത് അമ്പരപ്പിച്ചു കളഞ്ഞു. കാരണം ആര്യനും സാബുമാനും തമ്മിൽ അജഗജാന്തരമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രേക്ഷകർ എന്നെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വോട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഫിഡൻസിലാണ്. ഒരു ചുക്കും കാണിക്കാതെ ഇവിടെ ഇത്രയും ദിവസം നിങ്ങൾ എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്നെ ഫൈനൽ 5 എത്തിക്കും. സാബുമാൻ, ഒരു ചുക്കും ചെയ്യാതെ അല്ല നിങ്ങൾ ഇവിടെ വരെയോളം എത്തിയത്. നിങ്ങൾ പലരും ചെയ്യാത്ത പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. അതായത് കൂട്ടുകാരെ പോലെ ഇരിക്കുന്ന ഈ ആൾക്കാരുടെ കൂടെ കൂടി നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ദുഷിക്കും. അതിനുശേഷം നിങ്ങൾ അവിടെ കിട്ടുന്ന ന്യൂസുമായിട്ട് ആർക്കെതിരെയാണോ നേരത്തെ ദുഷിപ്പ് പറഞ്ഞത് അവരുടെ അരികിലേക്ക് ചെല്ലും. എന്നിട്ട് ഇവർ പറഞ്ഞത് മുഴുവനും അവിടെ കൊടുത്തിട്ട് ഇവരെ ദുഷിക്കും. അവിടെ നിന്ന് അടുത്ത ന്യൂസ് പിടിക്കും. എന്നിട്ട് ഇപ്പുറത്ത് കൊണ്ട് കൊടുക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൃത്യമായി പറഞ്ഞാൽ നാരദൻ നിങ്ങളാണ്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യനെന്നാണ് ആദ്യമൊക്കെ നമ്മൾ കരുതിയിരുന്നത്. അതെ, അദ്ദേഹത്തിന് ഒന്നും തന്നെ അറിയില്ല. ഒന്നും അറിയില്ലെന്നല്ല, വലിയ കാട് കത്തിക്കാൻ അയാളുടെ ആ കൊച്ചു നാക്കിന് കഴിയും. എന്തായാലും സാബുമാനെ അവിടെ എക്സ്പോസ് ചെയ്തത് നെവിനാണ്. കഴിഞ്ഞ ദിവസം ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്നടിച്ചു. അതിന്റെ കലിപ്പ് സാബുമാൻ അടക്കാൻ കഴിയാത്തതായിരുന്നു. ഇപ്പോൾ കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് ആദ്യം നെവിന്റെ പേരാണ് പറഞ്ഞതെങ്കിലും 1-2 ദിവസമായിട്ട് അവനെ എനിക്ക് പിടിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു. അതെന്താണ്? ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനാണ്. ഇവിടെ കിട്ടുന്നത് അവിടെയും അവിടുത്തത് ഇവിടെയും വന്ന് പറയുന്ന പക്ക നുണയനാണ് എന്ന് തുറന്നടിച്ചത് കൊണ്ട് സാബുമാന് ഇപ്പോൾ നെവിനോട് അത്ര താല്പര്യമില്ല. ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് ആദിലയും നൂറയുമാണ്. എന്നാലും ഒരു കൈ അകലം നിന്നാൽ മതി കേട്ടോ. എപ്പോഴാണ് മുഖം നോക്കി അടി കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ആദില അത്രയ്ക്ക് പെശകാണ്. എന്തായാലും കൺഫെഷൻ റൂമിൽ ഇരുന്നുകൊണ്ട് ബിഗ് ബോസിനോട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞേച്ച് തിരിച്ചു പുറത്തിറങ്ങി വലിയ ആഹ്ലാദ ചിത്തനായി നടക്കുന്നുണ്ട്.